ഹായ് ഹലോ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ചാച്ചിമാരുടെ അമ്മച്ചിമാരുടെ ഹോട്ട് ലൈവ് സെക്ഷൻസ് ഉണ്ടല്ലോ, അതിനെക്കുറിച്ചാണ് ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത്. അതിൽ ചാച്ചിമാരുടെയോ ഈ അമ്മച്ചിമാരുടെയോ ആൻറ്റിമാരുടെയോ പേര് ഞാൻ മെൻഷൻ ചെയ്തില്ല, അവരുടെ ചാനലിനെ കുറിച്ച് ഞാൻ മെൻഷൻ ചെയ്തില്ല, കാരണം അവർക്കൊരു പ്രൊമോഷൻ കൊടുക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. ഇനി മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, എന്തുകൊണ്ട് ഈ ഒരു വീഡിയോ ചെയ്യുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കും ഒരു പിടിയില്ലായിരുന്നു. കാരണം ഞാൻ ലൈവ് സെക്ഷനിൽ പോയ സമയത്ത് കുറേ ആൾക്കാർ ഇതുപോലെ വൃത്തികെട്ട കമൻറ്റ് ഇട്ടപ്പോൾ എന്താ കാര്യമൊന്നും പിടിയിട്ടില്ല. ഇപ്പോഴാണ് കുറേശ്ശെ ആയി വരുന്നത്. കാരണം ലൈവ് സെക്ഷനിൽ ഇത്തരത്തിലുള്ള കുറേയധികം പരിപാടികൾ നടക്കുന്നത് ഇപ്പോഴാണ് കൃത്യമായിട്ട് മനസ്സിലാക്കുക. കാരണം എപ്പോഴും ഫോണിനകത്ത് കുത്തിത്തിരിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരാളല്ലാത്തതുകൊണ്ട്, അത്രയും ഇങ്ങോട്ട് ലൈവ് സെക്ഷൻ പോയി അങ്ങനെ ഒന്ന് നോക്കി സ്ക്രോൾ ചെയ്ത് വിടുന്ന ഒരാളല്ലാത്തതുകൊണ്ട് മനസ്സിലാവാതിരുന്നത്. അത് എൻ്റെ തെറ്റാണെന്ന് ഇപ്പോഴാണ് എനിക്ക് ബോധ്യമായത്. ഇനി മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഇതിന് നമുക്ക് ഈ പറയാൻ പറ്റുന്നത് യൂട്യൂബ് ഇങ്ങനത്തുള്ള ആൾക്കാരെ ബാൻ ചെയ്യുക അല്ലെങ്കിൽ സ്ട്രൈക്ക് കൊടുക്കുക, ഇതൊന്നും നമുക്ക് പറയാൻ പറ്റുന്നൊരു കാര്യമല്ല. ഇതൊക്കെ പ്രാവർത്തികമാകുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആവാത്തൊരു കാര്യമാണ്. ഒന്നാമത് ഇതിന് വേണ്ടുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത്തരത്തിലുള്ള പ്രവർത്തികൾ ചെയ്യുന്ന ആൾക്കാർ ഇതിൽ നിന്ന് മാറുക. അതൊരിക്കലും ഉണ്ടാകത്തില്ല. കാരണം അവർക്ക് പൈസ കിട്ടുന്ന വഴിയാണ്. എത്രത്തോളം വെറുതെ ഇരുന്ന് ഈ പറയുന്ന ഒരുപാട് കാശുകൾ വാങ്ങിക്കൂടാ. കാരണം ഒരു മെമ്പർഷിപ്പിന് എന്തോ 2000-3000 ഒക്കെ വാങ്ങിക്കുന്ന ആൾക്കാർ ചാച്ചിമാരൊക്കെ ഉണ്ടെന്നാണ് പറയുന്നത് വീഡിയോസിൽ. അപ്പം അതുകൊണ്ട് തന്നെ അവരതിൽ നിന്ന് പോകാൻ പോടില്ല. അത് ഒരു ഒരു തടസ്സം ഉണ്ടാവാതെ തന്നെ അത് നടന്നുകൊണ്ടേയിരിക്കും. ഇനി രണ്ടാമത്തെ ഒരു പരിഹാരമായി കണക്കാക്കാൻ പറ്റുന്ന കാര്യം എന്ന് പറയുന്നത്, ഇതിലേക്ക് മെമ്പർഷിപ്പ് എടുക്കാതിരിക്കുക എന്നുള്ളൊരു കാര്യമാണ്. അതും അണ്ണന്മാർ ചെയ്യാതിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം പരസ്യമായിട്ട് വന്ന് ഇതിനെ കുറ്റം പറയുകയും രാത്രി കാലങ്ങളിൽ പോയി, നമുക്കറിയാലോ, തുണിയിട്ടിട്ട് ഈ പറയുന്ന തലയിൽ കൂടെ തുണിയിട്ട് പണ്ട് ഇങ്ങനത്തുള്ള ഒരു പരിപാടികളെ കുറിച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ. അങ്ങനെ ഈ പറയുന്ന സംബന്ധം കൂടാൻ പോകുന്ന അണ്ണന്മാരെ കുറിച്ച്. അപ്പോൾ അതുപോലാണ് ഇതിലെന്ന് പറയുന്നത്. രാത്രി കാലങ്ങളിൽ ഇത് എത്ര രൂപ ആണെങ്കിലും കൊടുത്തിട്ട് ഇതിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഉള്ളടത്തോളം കാലം, അല്ലെങ്കിൽ ഈ പറയുന്ന കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിൽ തന്നെ ലൈംഗിക ദാരിദ്ര്യം പിടിച്ച ഈ നരമ്പന്മാരുള്ളിടത്തോളം കാലം ഇതിനൊരു മാറ്റം ഉണ്ടാകുമ്പോഴില്ല. ഇനി പറയാനുള്ള കാര്യം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇതിനെ എനിക്ക് കൊൽക്കത്ത ഡോക്ടറിൻ്റെ കേസുമായിട്ട് ബന്ധിപ്പിക്കാനാണ് എനിക്ക് തോന്നിയെന്ന് പറയുന്നത്. അപ്പം എന്താ സംഭവം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്കറിയാം, ഒരു കേസ് വായിച്ച ആ ഡോക്ടറുടെ മരണവുമായി ബന്ധപ്പെട്ട കേസ് പഠിച്ചവർക്ക് അല്ലെങ്കിൽ അത് വായിച്ചവർക്ക് മനസ്സിലാക്കാൻ പറ്റുന്നൊരു കാര്യം എന്ന് പറയുന്നത്, ആ പെൺകുട്ടിയെ അത്തരത്തിൽ കൊല്ലാനായിട്ട് ആ വൃത്തികെട്ടവന് കാരണമായി തീർന്നത് അവനൊരു പോൺ വീഡിയോസിന് അഡിക്റ്റഡ് ആയിട്ടുള്ളൊരു മനുഷ്യനാണ്. അപ്പം ഈ വീഡിയോസ് എവിടെ നിന്ന് കിട്ടിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇതൊക്കെ യൂട്യൂബിൽ സുലഭമാണ്, നമുക്കറിയാവുന്ന കാര്യമാണ്. അപ്പം ഇതിൻ്റെ ഏറ്റവും വലിയ ഒരു വശം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഏറ്റവും ഭീകരമായിട്ടുള്ള വശം അത് തന്നെയാണ്. കുഞ്ഞു കുട്ടികൾ മുതൽ വയസ്സായ അമ്മാവന്മാർക്ക് വരെ ഇത്തരത്തിലുള്ള വൃത്തികേടുകൾ ചെയ്യാനായിട്ട് പ്രേരണ ഉണ്ടാകുന്നതിന് കാരണം, അല്ലെങ്കിൽ നമുക്ക് ഡോക്ടേഴ്സിൻ്റെ അടുത്ത് ചോദിച്ചാൽ മനസ്സിലാവുന്ന കാര്യമാണ്, ഇത്തരത്തിലുള്ള വീഡിയോസ് സ്ഥിരമായി കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കൂട്ടം ആൾക്കാരുണ്ട്. ആ കൂട്ടം ആൾക്കാരിലേക്ക് ഇത് മാനസിക വൈകൃതമായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. അവരതിന് അഡിക്റ്റഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അവർക്ക് അത് ആരിലെങ്കിലും ഒന്ന് പ്രയോഗിച്ചാൽ മതി എന്നുള്ള രീതിയിലേക്കാണ് പോകുന്നത് ആ ലൈംഗിക വൈകൃതം എന്ന് പറയുന്നത്. അപ്പോൾ അവർക്ക് അതിൽ കൊച്ചു കുട്ടിയെന്നില്ല, വലിയവരെന്നില്ല, ചെറിയവരെന്നില്ല, വയസ്സായവരെന്നില്ല, കിടപ്പ് രോഗികളെന്നില്ല, അങ്ങനൊന്നുമില്ല. അവരതിന് അഡിക്റ്റഡ് ആയോ ഭ്രാന്തന്മാരെ പോലെ തന്നെയാണ്, ലഹരി ഉപയോഗിക്കുന്നവരെ പോലെ തന്നെയാണ്. ഇത് തന്നെയാണ് ആ കൊൽക്കത്ത കേസിൽ നമുക്ക് കാണാൻ പറ്റിയെന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ പ്രശ്നം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇവരെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കാനോ അല്ലെങ്കിൽ ഒന്നിനും നമുക്ക് കഴിയുന്ന കാര്യമില്ല. കാരണം വർഷങ്ങളായി, എത്രയോ കാലങ്ങളായി നമ്മൾ ഇപ്പോഴാണെന്നുണ്ടെങ്കിൽ കുഞ്ഞു കുട്ടികളുടെ കേസുകൾ എടുത്ത് നോക്കി എത്ര പേര് അതിന് പിറകെ പോകണമെന്ന് അറിയത്തില്ല. 10 വയസ്സ് മുതൽ, 10ഒന്നുമില്ല, അതിൽ താഴെ നിൽക്കുന്ന ആൺകുട്ടികളും ഉണ്ട്. സ്വന്തം സഹോദരിയെ അല്ലെങ്കിൽ തൊട്ടടുത്തിട്ടുള്ള വീട്ടിലുള്ള പെൺകുട്ടികളെ അല്ലെങ്കിൽ സഹപാഠികളായിട്ടുള്ള കുഞ്ഞു മക്കളെ, ഇവരും കുഞ്ഞു മക്കളാണ്, മുട്ടായി കൊടുത്ത് ഇത്തരത്തിലൊക്കെയാണ് പ്രലോഭിപ്പിച്ചിട്ട് പലയിടത്തും കൊണ്ടുപോയി പീഡിപ്പിച്ച് കൊന്നിരിക്കുന്നത്. മധ്യപ്രദേശിലാണ് എനിക്ക് തോന്നുന്നു ഞാൻ ഏറ്റവും കൂടുതൽ കേസുകൾ കേട്ടിട്ടുള്ളതെന്ന് പറയുന്നത് ഈ വർഷത്തിൽ. അപ്പോൾ അങ്ങനെ എടുത്ത് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും. ഇതിനൊക്കെ കാരണം എന്തെന്ന് പോലീസ് അന്വേഷിച്ച് ചെല്ലുന്ന സമയത്ത് കൃത്യമായി മനസ്സിലാവുന്ന കാര്യം, ഇവരൊക്കെ ഈ വീഡിയോസ് കാണുന്ന ആൾക്കാരാണ്. 10 വയസ്സിലുള്ള കുഞ്ഞുങ്ങളുടെ കാര്യമാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഈ വീഡിയോസ് എങ്ങനെ ഇവരിൽ എത്തിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അത് കൊറോണയുമായി ബന്ധപ്പെട്ടാണ്. കാരണം കൊറോണ എന്ന് പറയുന്ന ആ കാലഘട്ടത്തിൽ നമുക്കറിയാവുന്ന കാര്യമാണ്, ഇവരുടെ വിദ്യാഭ്യാസം ബാക്കി എല്ലാ കാര്യങ്ങളും ഓൺലൈനായി നടന്നതുകൊണ്ട് തന്നെ അച്ഛനും അമ്മമാരും കൃത്യമായി ഇവരുടെ കയ്യിൽ ഫോൺ ഏൽപ്പിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ പല കുട്ടികൾക്കും ഭയങ്കര ക്യാഷ് ടീംസ് ആണെന്നുണ്ടെങ്കിൽ ഫോൺ തന്നെ മേടിച്ചു കൊടുത്ത് ഒരു റൂമിലേക്ക് അടച്ചു പൂട്ടി അവരെ ഭദ്രമാക്കി വെച്ചിട്ട് മാറിയിരിക്കുന്ന അച്ഛനും അമ്മമാരും ഉള്ള കാലഘട്ടമായിരുന്നു അത്. അപ്പം ആ 2 വർഷക്കാലം അല്ലെങ്കിൽ 1 വർഷക്കാലം അവർ കൃത്യമായിട്ട് ഇതുമായിട്ടിരുന്നപ്പം എന്ത് ചെയ്തു, എന്താണ് അവർ കണ്ടതെന്ന് സത്യത്തിൽ ഒരു മാതാപിതാക്കളും അന്വേഷിച്ചിട്ടില്ല, അറിഞ്ഞിട്ടില്ല. ഇവർ എന്തൊക്കെ കണ്ടു എന്നുള്ളത് ഇപ്പോഴാണ് പല കാര്യങ്ങളും പുറത്തോട്ട് വരുമ്പോഴാണ് മനസ്സിലാവുന്നത്. വെറും 13 വയസ്സ് മാത്രമുള്ള ഒരു പയ്യനാണ്, അവൻ്റെ 9 വയസ്സ് മാത്രം ഉണ്ടായിരുന്ന, കൂടെ ഒന്നിച്ച് സഹോദരങ്ങളാകുമ്പോൾ ഒന്നിച്ചാണല്ലോ കിടന്നുറങ്ങുന്നത്, 9 വയസ്സ് മാത്രം ഉണ്ടായിരുന്ന സഹോദരി ഇത്തരത്തിലുള്ള പോൺ വീഡിയോസ് അവൻ ആ രാത്രിയിലും കണ്ടിട്ട്
അത് സഹോദരയിൽ പ്രയോഗിക്കാൻ നിന്നിട്ട് അതിന് അവൾ എതിർത്തപ്പം കഴുത്ത് ഞെരിച്ച് കൊന്നത്. അപ്പം ഇത് മധ്യപ്രദേശിലെ റേവ അങ്ങനെ എന്തോ സ്ഥലത്താണ് നടന്നതെന്ന് പറയുന്നത്. നിങ്ങൾക്ക് വാർത്തകൾ എടുത്ത് നോക്കിയാൽ കാണാൻ പറ്റുന്നതാണ്. അപ്പം ഇതൊക്കെ കൃത്യമായി കാരണമായി തീരുന്നത് ഈ യൂട്യൂബ് തന്നെയാണ്, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള സോഷ്യൽ മീഡിയാസ് തന്നെയാണ്. അപ്പം ഇതൊക്കെ കൃത്യമായിട്ട് കുഞ്ഞു കുട്ടികളിലേക്ക് ആരിലേക്ക് വേണമെങ്കിലും എത്തിച്ചെല്ലാം, കൈയെത്തി പിടിക്കാം എന്നുള്ള രീതിക്ക് നിൽക്കുന്നത് കൊണ്ടാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നടക്കുന്നത്. നമ്മൾ എത്രയോ കേസുകൾ എടുക്കുന്ന സമയത്തും ഇത് തന്നെയാണ് വാർത്തയായി വരുന്നത്. അവൻ എങ്ങനെ ബോംബുണ്ടാക്കി, അവൻ ബോംബിട്ട് ഉണ്ടാക്കിയത് എങ്ങനെ, അവനോട് ചോദിക്കുന്ന സമയത്ത് പോലീസ് കണ്ടെത്തുന്നത് അവൻ യൂട്യൂബ് നോക്കി പഠിച്ചു, എന്തൊക്കെ കാര്യങ്ങൾ ഇതിനാവശ്യമായിട്ടുണ്ടായിരുന്നു, അവൻ ഇന്നടത്ത് പോയി മേടിച്ചു. അത് എവിടെ കിട്ടുമെന്ന് കൂടി അതിനകത്തുനിന്ന് മനസ്സിലാക്കാൻ പറ്റും. ഗൂഗിൾ സെർച്ച് ചെയ്താൽ മതി, വിക്കിപീഡിയ സെർച്ച് ചെയ്താൽ മതി. അപ്പം നമുക്ക് എന്തൊക്കെയാണോ ഏതൊരു ക്രിമിനൽസിനും നമുക്കറിയാം, ഇങ്ങനത്തുള്ള സോഷ്യൽ മീഡിയസ് ആയാലും ഇത്തരത്തിലുള്ള പ്ലാറ്റ്ഫോമുകളായാലും ഇനി ഇങ്ങനത്തുള്ള അറിവ് ലഭിക്കുന്ന ഏത് ഇടങ്ങളായാലും നമുക്ക് നല്ല രീതിക്ക് ഉപയോഗിക്കാൻ പറ്റും, ചീത്ത രീതിക്ക് ഉപയോഗിക്കാൻ പറ്റും. അതിൽ നല്ലത് വേണോ ചീത്തയോ എന്ന് തീരുമാനിക്കുന്ന നമ്മുടെ കോമൺ സെൻസ്, നമ്മുടെ അഭിരുചിയാണ്. അപ്പം അത് നമ്മളുമായി ബന്ധപ്പെട്ടതോ അതുമായി ബന്ധപ്പെട്ടതോ ആണെങ്കിൽ പോലും എന്തും എവിടെയും സുലഭമായി വിൽക്കുന്ന സ്ഥലത്ത് എന്തും നേടാൻ വേണ്ടി ഒരു കൂട്ടം ആൾക്കാർ വരുമെന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വശം എന്ന് പറയുന്നത്. അപ്പം ഉറപ്പായിട്ടും ഇത്തരത്തിലുള്ള ഈ ക്രിമിനൽസ് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള വൃത്തികേടുകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എന്തും ഈ പറയുന്ന സോഷ്യൽ മീഡിയയിലൂടെ നോക്കിക്കഴിഞ്ഞാൽ, സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന രീതിക്ക് അല്ലാത്ത വിധത്തിലേക്കുള്ള എന്തെങ്കിലും ഒരു നടപടിക്രമം അവിടെ ഉണ്ടാക്കണം. ഗൂഗിളിലായാലും വിക്കിപീഡിയയിലായാലും യൂട്യൂബിലായാലും. അപ്പം എന്തെങ്കിലും നമുക്കറിയാമല്ലോ പലതരത്തിലുള്ള ഓപ്ഷൻസ് ഇതിനകത്തൊക്കെ കൊടുക്കാൻ പറ്റും. അപ്പം കൂടി എന്തെങ്കിലും കാര്യങ്ങളിലൊക്കെ ഈ പറയുന്ന എനിക്കതിനെക്കുറിച്ച് കൂടുതൽ അവഗാഹം ഇല്ലാത്തത് കൊണ്ട് മാത്രമാണ് ഇതിൽ പറഞ്ഞു ഒതുക്കുന്നത്. ഇതിനെക്കുറിച്ച് ഈ IT ഫീൽഡിലൊക്കെ നിൽക്കുന്ന ആൾക്കാരാണെങ്കിൽ ഒരു പക്ഷേ നല്ലോണം പറഞ്ഞു തരാൻ പറ്റും. എനിക്കിതിനെക്കുറിച്ച് വലിയ പിടിപാടില്ല. പക്ഷേ എൻ്റെ ഒരു നിർദ്ദേശം പോലെ അല്ലെങ്കിൽ എനിക്ക് തോന്നുന്നൊരു കാര്യമാണ്, നമ്മൾ ചില വീഡിയോസ് അല്ലെന്നുണ്ടെങ്കിൽ ചില കാര്യങ്ങൾ ഞാൻ ഇതിന് മുന്നേ ഉണ്ട്, പോസ്റ്റ്മോർട്ടം അല്ലെന്നുണ്ടെങ്കിൽ മരണവുമായി ബന്ധപ്പെട്ട വീഡിയോസ് എന്തെങ്കിലുമൊക്കെ നോക്കുന്ന സമയത്ത് അല്ലെങ്കിൽ വരുന്ന സമയത്ത് നമ്മളതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കൃത്യമായിട്ട് നിങ്ങൾക്കത് യൂസ് ചെയ്യാൻ പറ്റും, അങ്ങനെ നിങ്ങൾക്ക് വേണോ എന്നുള്ള തരത്തിൽ എന്തോ വരുന്നത് കണ്ടിട്ടുണ്ട്. അപ്പം ഞാനത് തിരിച്ച് വിട്ടിട്ടുണ്ട്, സ്ക്രോൾ ചെയ്ത് വിട്ടിട്ടുണ്ട്. കാരണം എന്താണെന്ന് ഒരു ഐഡിയ ഇല്ലാത്തതുകൊണ്ട് അത് വിട്ടിട്ടുണ്ട്. അപ്പം അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഈ പറയുന്ന സെക്ഷൻസ് ഇവർക്ക് ഉണ്ടാക്കി വയ്ക്കാൻ പറ്റില്ല. അത് തുറക്കാൻ പാടില്ല. തൊട്ട് കഴിഞ്ഞാൽ ഈ പറയുന്ന നിങ്ങളുടെ ഇമെയിൽ ID, നിങ്ങളുടെ ID, നിങ്ങളുടെ മേൽവിലാസം, ഫോൺ നമ്പർ എല്ലാം അവിടെ റെക്കോർഡ് ചെയ്യുന്ന തരത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ചില ആൾക്കാർക്കെങ്കിലും പേടിയാവത്തില്ല സ്വാഭാവികമായിട്ടും. ഇതെന്തിനായിരിക്കും എൻ്റെ ഡീറ്റെയിൽസ് അവിടെ കൊണ്ടുപോകുന്നത്. അപ്പം സ്വാഭാവികമായിട്ട് അങ്ങനെ ഡീറ്റെയിൽസ് അവിടെ അനലൈസ്മെൻറ്റ് നടക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നീട് ഈ പറയുന്ന നമുക്ക് ഇത്തരത്തിലുള്ള ഡീറ്റെയിൽസ് എടുക്കുന്ന സമയത്ത് ആരൊക്കെയാണ് ഇത് കണ്ടത് എന്നുള്ളൊരു റെക്കോർഡിംഗ് സിസ്റ്റം അവിടെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുമല്ലോ. ഒരു റെക്കോർഡ് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുമല്ലോ. അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. അത് എത്രത്തോളം പ്രാവർത്തികമാണെന്നോ ഇതിൽ എന്തുമാത്രം ശരിയുണ്ടെന്നോ എനിക്കറിയില്ല, എനിക്ക് തോന്നിയ ഒരു കാര്യമാണ്. അപ്പം ഇങ്ങനെയുള്ള ചില കാര്യങ്ങൾ ചെയ്തുകൊണ്ട് മാത്രമേ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഇന്ന് പിന്തിരിപ്പിക്കാൻ പറ്റുള്ളൂ. അപ്പം കുഞ്ഞു കുട്ടികളടക്കം ഈ ഫോൺ കയ്യിൽ കിട്ടുന്ന സമയത്ത് അവരെ കയ്യിൽ പെട്ടെന്ന് നമുക്കറിയാവുന്ന കാര്യമാണ്, ചില സമയത്ത് നമ്മൾ ഫോൺ യൂസ് ചെയ്തുകൊണ്ടിരുന്ന് പെട്ടെന്ന് ഇങ്ങനെ നോക്കുന്ന സമയത്ത് ഇത്തരത്തിലുള്ള വീഡിയോസാണ് വരുന്നതെന്ന് പറയുന്നത്. അപ്പം എവിടെയും ഏത് പാതിരാത്രി ഏത് പകലിൽ എവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള വീഡിയോസ് ഇങ്ങനെ ഒരു ഇതും ഇല്ലാതെ വന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ജസ്റ്റ് ആ വീഡിയോസിനെ കുറിച്ച് നോക്കുക പോലും വേണ്ട, ലൈവ് സെക്ഷൻ ഒന്ന് തുറന്നു കഴിഞ്ഞാൽ ഇത് തന്നെയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ലൈവ് സെക്ഷൻ മാത്രമല്ല, ഇനി അല്ലാത്ത വീഡിയോസ് ആയാലും നമ്മൾ യൂട്യൂബ് തുറന്നാൽ പോലും വൃത്തികെട്ട ഫോട്ടോസുമായിട്ട് ചേർന്നിട്ടുള്ള ഇത്തരത്തിലുള്ള വരുമ്പോഴത്തേക്ക് നമ്മൾ പെട്ടെന്ന് നമ്മൾ നാണം കിട്ടും. കാരണം നമ്മൾ ഈ പറയുന്ന ബസ്സിലിരുന്നുകൊണ്ടാണ് ഇത് നോക്കുന്നതെന്നുണ്ടെങ്കിൽ തൊട്ടടുത്തിരിക്കുന്നവർ അല്ലെങ്കിൽ ആരെങ്കിലും കാണുമ്പോഴത്തേക്ക് നമുക്ക് എന്ത് ചെയ്യണമെന്ന് പോലും അറിയാത്ത അവസ്ഥയിലേക്ക് അപ്പോൾ അവർ ചിന്തിക്കും ഈ ഇതാണോ കാണുന്നത്, അല്ലെങ്കിൽ ഈ ചെറുക്ക് ഇതാണോ കാണുന്നത്. അങ്ങനെ നാണം കെട്ട എത്ര പേരുണ്ടെന്നുണ്ടെങ്കിൽ അവരൊന്ന് കമൻറ്റ് ചെയ്യുക. കാരണം എനിക്കും ഒരു അബദ്ധം പറ്റിയിട്ടുണ്ട്. അപ്പം ഇങ്ങനെ കുറേ കാര്യങ്ങൾക്ക് കാരണമാകുന്നുണ്ട്. അപ്പം എനിക്ക് പ്രത്യേകിച്ച് ഈ ചാച്ചിമാരെ അമ്മച്ചിമാരെ ഒന്നും കുറ്റം പറയാൻ പറ്റത്തില്ല. കാരണം അവർ നമ്മൾ എത്ര കുറ്റം പറഞ്ഞാലും നിർത്താൻ പോകുന്നില്ല. പിന്നെ അവർക്കൊരു പ്രൊമോഷൻ ആവുമെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ അവർ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് കുട്ടികളുണ്ടെന്നുണ്ടെങ്കിൽ, അവർ വളർന്നു വരുവാണെന്നുണ്ടെങ്കിൽ അവരും നിങ്ങൾ കാണിക്കുന്ന ഈ ചെറ്റത്തരങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ഇനി നിങ്ങൾ അവർക്ക് നല്ലതിന് വേണ്ടിയിട്ടാണ്, അവർക്കുള്ള നല്ല ജീവിതത്തിന് വേണ്ടിയിട്ടാണ് ഇതൊക്കെ ചെയ്ത് കൂട്ടുന്നതെങ്കിൽ അവർ കൃത്യമായിട്ട് പ്രായപൂർത്തികളാവുന്ന സമയത്ത് അല്ലെങ്കിൽ അവർ തിരിച്ചു നിന്ന് സംസാരിക്കാൻ പറ്റുന്ന പക്വത എത്തുന്ന സമയത്ത് ഇതുപോലുള്ള വൃത്തികേടുകൾ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചോദിക്കാനുള്ള അവസരമാണ് നിങ്ങൾ തന്നെ നഷ്ടപ്പെടുന്നത്. കാരണം നിങ്ങൾ ചോദിച്ചു കഴിയുമ്പോൾ അവർ പറഞ്ഞത് നിങ്ങൾ അമ്മയായിട്ടുള്ള നിങ്ങൾ ആ പ്രായത്തിൽ ഞങ്ങൾക്ക് ഇതല്ലേ കാണിച്ചു തന്നത്, അല്ലെ നീ ഇതല്ലേടി ചെയ്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തിരിച്ചൊന്നും മിണ്ടാതെ വാ കൂട്ടി നിൽക്കുക എന്ന് മാത്രമേ ഉള്ളൂ. അന്ന് വല്ല ആത്മഹത്യയോ വീട് വിട്ടിറങ്ങുകയോ മാത്രമേ നോക്കാനായിട്ട് നിങ്ങൾക്ക് വഴി ഉണ്ടാവത്തുള്ളൂ. അപ്പം അന്ന് മാത്രമേ ഒരു പക്ഷേ നിങ്ങളൊക്കെ നന്നാവത്തുള്ളൂ അല്ലെങ്കിൽ പഠിക്കത്തുള്ളൂ. അതല്ലെങ്കിൽ അത്ര കാണ്ടാമൃഗത്തിൻ്റെ തൊലികെട്ടി വേണം. അന്ന് മക്കൾ തിരിഞ്ഞെന്ന് ചോദിക്കുന്ന സമയത്ത് നീ പോടാ പുല്ല, നീ പോടി പുല്ല എന്ന് പറഞ്ഞിട്ട് ജീവിക്കാൻ വീണ്ടും തൻ്റെ ഇടം ഉണ്ടാവണം. അത് വല്ലാത്തൊരു കഴിവായിരിക്കണം. അതുകൊണ്ട് തന്നെ ആരും നന്നാക്കാനും നന്നാക്കാതിരിക്കാനും ഞാനല്ല, സ്വന്തമായിട്ട് തോന്നേണ്ട ഒരു കാര്യമാണ്. ഇനി എത്ര പേര് വീഡിയോസ് ഇട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഇവരൊന്നും നന്നാവാൻ പോകില്ല. കാരണം ഇത് പൈസ സുലഭമായിട്ട് കിട്ടുന്ന കാര്യമാണ്. അതുകൊണ്ട് തന്നെ അവർ മാറാൻ പോകുന്നില്ല. അതിൻ്റെ ആർമാദിപ്പിൽ നിന്ന് ഇങ്ങനെ വളരുകയുള്ളൂ. ഇതിന് സത്യത്തിൽ വഴിവെച്ചു കൊടുക്കുന്നത് ഈ മെമ്പർഷിപ്പ് എടുക്കുന്ന അണ്ണന്മാരാണ്. അവർ മനസ്സിലാക്കേണ്ട കാര്യം നിങ്ങളുടെ പൈസ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കും.
അത്രയേ ഉള്ളൂ. നിങ്ങളുടെ കുടുംബജീവിതം തകർന്നുകൊണ്ടേയിരിക്കും. പിന്നെ ഈ പറയുന്ന നിങ്ങൾ ഓരോന്നിന് അടിമകളായിക്കൊണ്ടിരിക്കും. ഇതൊരു രോഗമാണ്, ഇതൊരു മാനസിക വൈകൃതമാണ്. നിങ്ങൾക്ക് പിന്നെ ആരെ കണ്ടാലും ഇത് തന്നെ തോന്നും. നിങ്ങളുടെ പെൺമക്കളുണ്ടെങ്കിൽ ആ പെൺമക്കളോടും കുറേശ്ശെ വിടുമ്പോഴത്തേക്ക് നിങ്ങളുടെ കണ്ണ് അത്തരത്തിലേ പോകത്തുള്ളൂ. അത് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. നിങ്ങൾ സ്വയം രോഗികളായിക്കൊണ്ടിരിക്കുകയാണ്, ഈ പറയുന്ന വൃത്തികെട്ട രോഗികളായിക്കൊണ്ടിരിക്കുകയാണ്. ഇതുപോലെ സെക്ഷൽ അബ്യൂസ് ചെയ്യാൻ പറ്റുന്ന തരത്തിലേക്ക് ആരെ കണ്ടാലും അത് ആദ്യമേ ഒന്ന് മനസ്സിലാക്കുക. നമുക്കറിയാലോ, ഇൻഫർമേഷൻസ് ഒരുപാട് സ്ഥലത്തുനിന്ന് കിട്ടും. അവിടെ പോയി അന്വേഷിച്ച് നോക്കുക, മനസ്സിലാക്കാൻ പറ്റുന്നതേ ഉള്ളൂ. അപ്പോൾ സ്വയം നന്നാവുക, അതേ പറയാൻ പറ്റൂ.